കവി വളരെ മനോഹരമായി ഉദാഹരണം പറയാൻ. സുബ്ഹാനല്ലാഹ്, റസാനത്ത് എന്ന ബൈത്തിന്റെ പ്രത്യേകത അതാണ്. ഓരോന്നിനും പ്രത്യേകമായ ഉദാഹരണം പറയും. അല്ലാഹു പഠിക്കാനും ശ്രദ്ധിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വയസ്ജുദുൽ ഉസ്നു ബിൽ അസ്മാരി ഇദ ഹമലത്, ശിഖരങ്ങൾ അതിന്റെ ഫലവർഗ്ഗങ്ങളോടുകൂടി നിലകൊള്ളുന്ന സമയത്ത് മാവിൻ്റെതാകുന്ന ശിഖരം അതിൽ പരിപൂർണമായി മാങ്ങ പിടിച്ചു നിലകൊള്ളുമ്പോൾ ആ ശിഖരം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ താഴും. എത്ര മാങ്ങ അതിനുൾ കൂടുതലുണ്ടോ അതനുസരിച്ചിട്ട് അതിന് വിനയം കൂടുകയാണ്. താഴോട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അശ്ജാറുഹു ദാലിയൻ മിൻ ബഅദി ഇദ്ലാലി, വീണ്ടും താഴ്ന്നു തരുവാൻ ഫലങ്ങൾ കൂടുന്നതനുസരിച്ച്. അതേപോലെ ഇൽമ അധികരിക്കുന്നതാകുന്ന യഥാർത്ഥ ആലിമ്, യഥാർത്ഥതാകുന്ന വ്യക്തി, അദ്ദേഹം വിനയത്തിന്റെ പ്രതീകമായി മാറും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വലിയ ജാടയിട്ട് ശൈഖാന്ന് പറഞ്ഞ് നടക്കുന്നവൻ വിവരമില്ലാന്നർത്ഥം, കാട്ടിക്കൂട്ടൽ മാത്രമേ ഉള്ളൂ, അറിവില്ല. അല്ലാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാത്തു സംരക്ഷിക്കട്ടെ. വിനയാന്യതത്തിന്റെ പ്രതീകമായി മാറുന്നത് എപ്പോഴാണ്? ഇൽമ അധികരിക്കുമ്പോഴാണ്. അപ്പൊ അറിവ് കൂടിയാൽ വിനയമുണ്ടാകും, തവാളു ഉണ്ടാകും. തവാളു ഉണ്ടായാലോ മൻ തവാളഅ റഫഅഹുല്ലാഹ്, വിനയം കൂടിയാൽ അല്ലാഹു അവനെ ഉയർത്തും. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ സ്ഥലത്തും അവന് വെച്ചടി കയറ്റമായിരിക്കും. അപ്പൊ ഇൽമുണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? വിനയമുണ്ടാവുകയുള്ളൂ, തവാദു ഉണ്ടാവുകയുള്ളൂ. തവാദു ഉണ്ടായാൽ, വിനയമുണ്ടായാലേ അവന് ഉയർച്ചയുണ്ടാവുള്ളൂ. വമൻ തകബ്ബറ വലഅഹുല്ലാഹ്, അഹങ്കരിച്ചാൽ അല്ലാഹു അവനെ താഴ്ത്തിക്കളയും. അഹങ്കാരം എപ്പോഴാണ് ഉണ്ടാവുക? അറിവ് തീരെ ഇല്ലാത്തപ്പോ കിബിർ നടിക്കുന്നത് അമ്മനെ. കിബർ വരുന്നത് എപ്പോഴാണ്? ഏത് സമയത്ത്? തീരെ വിവരമില്ലാത്ത സമയത്ത് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ആലിമീങ്ങളെ നേരിടെ തട്ടിക്കയറാൻ വേണ്ടി വരും. ഇൽമിനോട് ബഹുമാനമില്ല, ആലിമീങ്ങളോടില്ല, മുത്തഅല്ലിമീങ്ങളോടില്ല, എല്ലാവരും ഒരു മുത്തഅല്ലിമിനെ പോലും അങ്ങനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ബഹുമാന്യരായ മർഹൂം ശൈഖുന ഓക്കെ ഉസ്താദ് അവറുകൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമാണല്ലോ ഇന്ന് കേരളത്തിലുള്ളതാകുന്ന സർവ്വ ആലിമീങ്ങളും. അല്ലാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. ഒതുക്കങ്ങൾ ഉസ്താദ് അവരവരുടെ ശിഷ്യന്മാരെയൊക്കെ അഭിസംബോധന ചെയ്തിരുന്നത് മുസ്ലിയാരെ എന്ന് കൂട്ടിയിട്ടാണ്. ഒരു തലയെക്കെട്ട് കെട്ടി ഒരു മുത്തഅല്ലിം ഓതാൻ വന്നാൽ പിന്നെ അവനെ മുസ്ലിയാർ എന്നല്ലാതെ വിളിക്കൂല. പഠിക്കാൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. ആ മുസ്ലിയാരുടെ ചെലവ് എന്തായി? അദ്ദേഹത്തിന് ഭക്ഷണം എന്തായി? ഉച്ചയ്ക്ക് വന്ന കുട്ടിയായിരിക്കും, വൈകിട്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയാണ്. എത്ര അദബാണ്, എത്ര മഹത്വം കൊടുക്കാൻ ഇൽമ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന മഹത്വം കണ്ടുപഠിക്കണം നമ്മൾ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് അവരെ ആദരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല. ആദരവും ബഹുമാനവും വെച്ച് പുലർത്തലാണ് പരിശുദ്ധ ഇസ്ലാം. തഅലീമു മാ അല്ലമഹുല്ലാഹ് വതഹ്ഖീറു മാ ഹഖറഹുല്ലാഹ്. ഇസ്ലാമിന്റെ ബേസിക് അത് തന്നെയാണ്, അടിസ്ഥാനം അതാണ്. ബഹുമാനിക്കേണ്ടവരെ, ആദരിക്കേണ്ടവരെ ബഹുമാനിക്കുക, ആദരിക്കുക. അള്ളാഹു നിന്ദിച്ചിട്ടുള്ള സകല വസ്തുക്കളെയും നിന്ദിക്കുക. അള്ളാഹു ആദരിക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുക. അതാണ് ദീൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇൽമിനെ ആദരിക്കണം, ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കണം. ഒരു ചെറിയ ബിസ്മി എഴുതിയതാകുന്ന ഒരു കഷ്ണം നിലത്ത് കിടന്നപ്പോൾ അതിലുള്ളതാകുന്ന അഴുക്ക് മാറ്റി അതിനെ വേണ്ട രീതിയിൽ സൂക്ഷ്മത വെച്ച് പുലർത്തിയതാകുന്ന മഹാനുഭാവൻ ഇറാഖിന്റെ മണ്ണിൽ അന്ത്യവിശ്രമം ചെയ്യുന്നുണ്ട്. അവരെ സിയാറത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. ഒരു ചെറിയൊരു അക്ഷരം നിലത്ത് കിടക്കാൻ, അത് ബിസ്മി എഴുതിയതാകുന്നതാണ്, ഖുർആൻ എഴുതിയതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതെടുത്ത് ആദരവോടുകൂടി സൂക്ഷിച്ചു. അദ്ദേഹത്തെ അല്ലാഹു വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിച്ചു. മനസ്സിലാക്കണം. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇറാഖിന്റെ മണ്ണിലെത്തി അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇൽമിനെ യഥാവിധി ബഹുമാനിച്ചാൽ തീർച്ചയായും ഉന്നത വിജയമുണ്ടാകും. ദുനിയാവിന്റെ പിറകെ ഒന്നും ഓടേണ്ടതില്ല. നമ്മളിന്ന് ദുനിയാവിന്റെ പിറകെ ഓട്ടാൻ. നബിതങ്ങൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഞാൻ ദാരിദ്ര്യത്തെ ഒരിക്കലും ഭയക്കുന്നില്ല എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫവല്ലാഹി അൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ
بسطت على من كان قبلكم فتنافسوها كما تنافسوها وتهلككم كما أهلكتهم صدق رسول الله. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുകയാണ്, സ്വഹാബ ഫവല്ലാഹി, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ സഹാബ, മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഈ മുഹമ്മദ് ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഭൗതിക ലോക ആഡംബരാസ്വാദനങ്ങളിൽ നിങ്ങൾ വിശാലമായി കഴിയലാണ്. നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലേ? ഒരു കാലഘട്ടത്തിൽ ഭക്ഷണത്തിന് വേണ്ടി വിജ്ഞാനം നുകരാൻ ഇറങ്ങി തിരിച്ചതായ ആളുകൾ പോലും ഈ സമൂഹത്തിലില്ലേ, സമുദായത്തിലില്ലേ? ഇന്ന് 3 നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ വീട്ടിലില്ലാത്ത മുത്തഅല്ലിമ ആരാണ്? ഇന്ന് മനോഹരമാകുന്ന ഭക്ഷണ തളികയിൽ ജീവിക്കുന്നവരാണ്, മാളിക സൗധങ്ങളിൽ അന്തിയുറങ്ങുന്നവരാണ്. മനോഹരമാകുന്ന ജീവിത ചുറ്റുപാടുകൾ അള്ളാഹു നൽകി ആദരിച്ചിട്ടുള്ളതായ വ്യക്തികളാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്, ശരിയാണ്. നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ ഞാൻ ഭയക്കുന്നില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ കമാ ബുസിതത അലാ മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ജനകോടികൾക്ക് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ എത്രയോ ആളുകൾ കഴിഞ്ഞു പോയവരുണ്ട്. അവർക്ക് ഭൗതികമാകുന്ന ലോക ആഡംബരാസ്വാദനങ്ങൾ അള്ളാഹു വിശാലമാക്കി നൽകിയില്ലേ? അതേപോലെ നിങ്ങൾക്കും ദുനിയാവ് വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫതനാഫസുഹാ കമാ തനാഫസുഹാ, മുൻഗാമികളായ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും ദുനിയാവ് വാരിപ്പുണരാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. അത് എനിക്ക് ഭയമാണ്, ഭയമാണ്. ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, മുൻഗാമികളായ ആളുകൾ ദുനിയാവിന്റെ പിറകെ ഇറങ്ങിത്തിരിച്ച് അവസാനം അവരുടെ മരണം മോശപ്പെട്ട നിലയിലായതിന്റെ ഭയമാണ് എനിക്ക് നിങ്ങളുടെ മേലുള്ളത്. നിങ്ങൾ ദുനിയാവിന്റെ പിറകെ മത്സരിച്ച് അതിനു വേണ്ടി ഓടി അല്ലാഹുവിന്റെ ദീനിനെ മറക്കുന്നവരായി മാറി, പരിശുദ്ധമായ ഖുർആനിനെ വലിച്ചെറിയുന്നവരായി മാറി, പരിശുദ്ധ ദീനിന്റെ പ്രത്യയ ശാസ്ത്രങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവരായി നിങ്ങൾ മാറുമ്പോ ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും, മുൻഗാമികളായ ആളുകൾ നശിച്ചതുപോലെ നിങ്ങളും നശിക്കുമേ, നശിക്കുമേ. അതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്, എത്ര ശരിയാണ്. മുൻഗാമികളായ ആളുകൾ, എത്രയോ ആളുകൾ ഭൗതിക ലോക ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിച്ചു. ഖാറൂൻ എവിടെ, ഹാമാൻ എവിടെ, നമ്രൂദ് എവിടെ, എവിടെയാണ് അവരെല്ലാം പോയിട്ടുള്ളത്? ഒക്കെ മയ്യിത്തായില്ലയോ, മരിച്ചില്ലയോ? ലോകം കണ്ട ഏറ്റവും വലിയ ധനികരുടെ ലിസ്റ്റിൽ അല്ലാഹുവിന്റെ റസൂൽ ഉൾപ്പെടുത്തിയ ആളല്ലേ ഖാറൂൻ. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ളായിരുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. വഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബാ,
72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ളതായ നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ അല്ലാഹു നൽകി ആദരിച്ചതായ വ്യക്തിയല്ലേ മഹാനായ ഖാറൂൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വലിയ വലിയ ജീവിതം നയിച്ച വ്യക്തിയാണ്. അവസാനം മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിശ്വസിക്കുകയാണ്. അവൻ അല്ലാഹു പറഞ്ഞതനുസരിച്ചുകൊണ്ട് ജീവിക്കാതെ കള്ളു കുടിച്ചും വ്യഭിചരിച്ചും മോശപ്പെട്ട തലത്തിലേക്ക് സമ്പത്ത് കൊണ്ടുപോയും പോയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭൂമി പിളർത്തിക്കൊണ്ട് കൊല്ലുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി രണ്ടായി പിളർത്തുകയാണ്. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. ലോകം കണ്ട ഏറ്റവും വലിയ ധനികനായിരുന്ന മനുഷ്യന് ധിക്കാരിയായി തെമ്മാടിയായി ജീവിച്ചതിന്റെ പേരിൽ, സമ്പത്ത് കൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിതം നയിച്ചതിന്റെ പേരിൽ ഭൂമി പിളർന്നിട്ട് അതിനുള്ളിലേക്ക് അല്ലാഹു കൊണ്ടുപോയാണ്. ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ. അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും കോടിക്കണക്കിന് സമ്പാദ്യത്തെയും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫതുഹ്ലികകും കമാ അഹ്ലകതുഹും. മുൻഗാമികളായ ആളുകൾ സമ്പത്തിന് വേണ്ടി ദുനിയാവിൽ അവർ ജീവിതം പരിപൂർണമായി മാറ്റിവെച്ചപ്പോ അവരെ അല്ലാഹു നശിപ്പിക്കുകയാണ്. നിങ്ങളും അതേപോലെ നശിച്ചു പോകുമോ എന്ന പേടിയാണ് എനിക്കുള്ളത് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ശരിയല്ലേ? ഈ സമുദായത്തിന്റെ ഇന്നത്തെ പോക്ക് എങ്ങോട്ട്? ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവർ എത്ര പേർ? ദീനിന്റെ അഹ്ലുകാരോട് ബഹുമാനം വെച്ച് പുലർത്തുന്നവർ എത്ര പേർ? മുതഅല്ലിമീങ്ങളോട് സലാം പറയാൻ താല്പര്യമുള്ള ഈ സമുദായത്തിന്റെ ആളുകൾ എത്ര പേർ? മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ താല്പര്യമുള്ള ആളുകൾ എത്ര പേർ? എത്ര പേരുണ്ട്? ഒക്കെ വളരെ വിരളമാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ, കുറച്ച് ആളുകൾ മാത്രം. ചോദിക്കുമ്പോ എന്റെ കയ്യിൽ സാധാ ഒരു മാഫി ഇതാണ് അധികവും. ബാക്കി എല്ലാത്തിനും പൈസയുണ്ട്. ലക്ഷക്കണക്ക് രൂപയുടേതാകുന്ന ടി വി വാങ്ങിവെക്കാൻ 10 ലക്ഷത്തിന്റെയും 15 ലക്ഷത്തിന്റെയും ഒക്കെ ടി വി ഇപ്പോൾ തന്നെ നമ്മുടെ മാളുകളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കാൻ 15 ലക്ഷം രൂപയുടെ ഒക്കെ ടി വി വാങ്ങിച്ച ആചാര്യ ഫ്രണ്ടിൽ ഒട്ടിച്ചിരിക്കുക. കാശ് ഇഷ്ടം പോലെ. ആചാര്യ 1 ലക്ഷം രൂപ സ്ഥാപനത്തിൽ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് അവസ്ഥ. അതാണ് പൈസ ഇല്ല. ദീനിന്റെ വിഷയത്തിൽ വരുമ്പോ എല്ലാം പുറകോട്ട്. പള്ളിക്ക് മാസവരി കുടിശ്ശികക്കാരനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിൽ നോട്ടീസിൽ ബോർഡ് പേരിട്ടിരിക്കുക, ആജിയാറുടെ പേര് വണ്ടക്കാശ്ശേരത്ത്. അത് വായിച്ചിട്ട് നേരെ അകത്തോട്ട് കയറുവാൻ ഒരു കുഴപ്പമില്ല. ആജിയാർക്ക് തൊലിക്കെട്ടിയ ഭാരം. ആര്യാര് 35,000 രൂപ കൊടുക്കാൻ കുടിശ്ശിക. ഏത് 250 രൂപ 150 രൂപ കുടിശ്ശിയാണ്. പള്ളിയുടെ വാതിൽക്ക് നെഞ്ചത്ത് എഴുതിയിട്ടിരിക്കാൻ. ആര്യാർ അത് കണ്ടിട്ടെങ്കിലും കൊടുക്കുമെന്ന്. ഹല്ലി വല്ലി ആര്യാർ ആ സൈഡിൽ കൂടെ പോയി വായിച്ചിട്ട് അവിടെ തന്നെ ഒച്ചത്തി പേര് വായിക്കില്ല. നമ്മുടെ പേരൊക്കെ ഉണ്ട് കേട്ടാ. ആഹത്ത് വായിക്കാത്തവനെ കൂടെ വായിച്ചിട്ട് ആര്യാർ അകത്തോട്ട് കയറി 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയി. ഒരു കുഴപ്പമില്ല. ദീനിന്റെ വിഷയം വരുമ്പോ ഒക്കെ പുറകോട്ട്. ദുന്യാവിന്റെ വിഷയത്തിലൊക്കെ മുമ്പ് തീരും. എന്തെങ്കിലും കുറവുണ്ടോ? എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടോ വീട്ടിൽ? ഒരു കുറവുമില്ല. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്റ്റോർ റൂം ഫുള്ള് നിറഞ്ഞ്, അലമാരിക്കകത്തെ ഡ്രസ്സ് മുഴുവൻ നിറഞ്ഞ്, വെളിയിലെ ഷൂവാക്ക് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഷൂ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഡ്രസ്സ്. എത്ര ജോഡി ഡ്രസ്സ് ഉണ്ടെന്ന് ആചാര്യർക്ക് അറിയാൻ പറ്റും. സ്കെച്ചേഴ്സിന്റെ ഷൂ ഒക്കെ ഇട്ട് ആചാര്യ നടക്കുകയാണ് നല്ല റാഹത്തായിട്ട്. എന്താ വേണം? കാശ് ഇഷ്ടം പോലെ. മക്കള് 2 ദുബൈയിൽ, ഒരുത്തൻ ലണ്ടനിൽ, ഒരുത്തൻ ന്യൂയോർക്കിൽ, ഇങ്ങനെ പല രാജ്യത്തായിട്ട് കിടക്കുക. എത്രയാണ് പൈസ എന്ന് ആചാര്യർക്ക് അറിയാൻ പറ്റില്ല. ഇതിന്റെയൊക്കെ പലിശ മാത്രം വെച്ച് അടിച്ച് തിന്നുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്ക്, നമ്മൾ എന്താണ് നമ്മൾ ദീനിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്, എന്താണ് ദീനിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്.
നീ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം ഒന്നും നിനക്ക് ശാശ്വതത്വമുള്ളതല്ല. അതാദ്യം മനസ്സിലാക്കണം. നീ എത്ര സമ്പാദിച്ചാലും അള്ളാഹു നിലക്കി നൽകുന്ന സമ്പാദ്യം പടച്ചറപ്പ് നിലേക്ക് നൽകുന്നതിലേക്ക് ചേർത്ത് നോക്കുമ്പോ, അള്ളാഹുവിന്റെ ഖജനാവിലേക്ക് ചേർത്ത് നോക്കുമ്പോ, ഈ ദുനിയാവിൽ നീ ഒരുമിച്ച് കൂട്ടുന്ന സർവ്വ സമ്പാദ്യവും വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദു ഹർഫ ദുനിയാ നുഅതിഹി മിൻഹാ വമൻ കാന യുരീദു ഹർഫൽ ആഖിറ നസിദ് ലഹു ഫീ ഹർഫിഹി. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, മൻ കാന യുരീദു ഹർഫ ദുനിയാ, ആരവൻ ദുനിയാവിന് വേണ്ടി കൃഷി നടത്തിയോ, ദുനിയാവിന് വേണ്ടി സമ്പാദിക്കാൻ തയ്യാറായിട്ടുണ്ടോ, പ്രവാസ ലോകത്ത് 50 കൊല്ലമോ 60 കൊല്ലമോ നിന്റെ ജീവിതാന്ത്യം മുഴുവനും നീ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാലും അല്ലാഹു പറയുകയാണ്, ദുനിയാവാണ് നീ വാരി പുണരുന്നത് എങ്കിൽ നുക്തിഹി മിൻഹാ, വളരെ അല്പം നാം നിനക്ക് നൽകുന്നതാണ്. വമൻ കാന യുരീദു ഹർഫൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കുന്നവരെ ഞാൻ ഈ ഒരുമിച്ച് കൂട്ടുന്നത് പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് കൂടിയാണെന്നുള്ള ചിന്തയിൽ സമ്പാദിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതായ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, അറബ് ലോകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടതാകുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ, എത്രയോ പ്രവാസികളായ സഹോദരങ്ങളാണ്, ദീനിനെ സഹായിക്കുന്നതായ എത്രയോ സാലിഹീങ്ങളായ ആളുകളാണ്, മദ്രസയ്ക്ക് സഹായിച്ചവരില്ലേ, യതീംഖാനകൾക്ക് സഹായിച്ചവരില്ലേ, അല്ലാഹുവിന്റെ പള്ളികൾക്ക് സഹായിച്ചവരില്ലേ, ദീനി സ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്തവരില്ലേ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വമാ കാന യുരീദു ഹർഫൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെ പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നീ ഒരുമിച്ച് കൂട്ടുന്നത് എങ്കിൽ, യതീംഖാനകൾക്കും ദീനീ സ്ഥാപനങ്ങൾക്കും കൊടുത്തുകൊണ്ട് അതിന്റെ കൂലി പ്രതീക്ഷിക്കാനാണ് കഷ്ടപ്പെടുന്നത് എങ്കിൽ, നസിദ് ലഹു ഫീ ഹർഫിഹി, അവന്റെ കൃഷിയിടത്തിൽ അവന്റെ സമ്പത്തിൽ നാം വർധനവ് നൽകുകയെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നിന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലയളവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അസ്ഹാബു സുഫയിൽ പെട്ടതാകുന്ന ഒരു സ്വഹാബി നബി തങ്ങളോട് വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, എന്റെ സഹോദരന് പരാതിയാണ്, പരാതിയാണ്, എന്റെ സഹോദരന് ഭയങ്കര പരാതിയാണ്. ഞങ്ങൾ 2 പേരാണ്, 2 ആൺമക്കളാണ്, പെങ്ങന്മാരാരുമില്ല. എന്താ പരാതി? വാപ്പയില്ലാത്തതാകുന്ന ഞങ്ങളുടെ വീട്ടിൽ എന്റെ ഈ പഠനത്തിനും എന്റെ കാര്യങ്ങൾക്കും വേണ്ടിയും ഭക്ഷണത്തിനു വേണ്ടിയും ഒക്കെ ഓടുന്നത് എന്റെ ജ്യേഷ്ഠ സഹോദരനാണ്. അയാൾക്ക് എപ്പോഴും പരാതിയാണ്. എന്താ പരാതി? അയാൾക്ക് ഇൽമു പഠിക്കാൻ പറ്റുന്നില്ലല്ലോ. കാരണം അയാൾ മുഖേനയാണ് ഞാന് ഇവിടെ വന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു പരാതിയുണ്ട്. നബി തങ്ങൾ ആളെ വിളിച്ചു ചോദിച്ചു, പരാതി ശരിയാണോ? ഉണ്ട് നബി, എനിക്ക് പരാതിയില്ല. നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് റിസ്ക് നൽകപ്പെടാൻ കാരണം എന്റെ അടുക്കൽ വന്നുകൊണ്ട് വിജ്ഞാനം പഠിക്കുന്ന ഈ മുതഅല്ലിമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തൊരു വാക്കാണ് പറഞ്ഞത്. പഠിച്ചു വെക്കണം. നമ്മൾ ഓർക്കും നമ്മൾ വിജ്ഞാനം പഠിക്കാൻ പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അസഹരിയയുടെ മുറ്റത്തിരിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോടാണ് ഈ പറയുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ഇൽമു പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളോടാണ് ഞാനിത് ഉണർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരനാകുന്ന ജോലിക്ക് വേണ്ടി പോകുന്നതാകുന്ന പ്രിയപ്പെട്ട സഹോദരനോട് പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, നിനക്ക് റിസ്ക് നൽകപ്പെടുന്നത് ഇവനിലൂടെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി.
നബി തങ്ങൾ പറയുന്ന വാക്കിലെ ലഅല്ലയും ഖുർആനിലെ ലഅല്ലയും ഒക്കെ അർത്ഥം വെക്കേണ്ടത് ലിതഹ്ഖീഖി, ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നത് അത് മുഖേനയാണ്, തർജിക്കല്ല. നമ്മൾ അവാമിൽ പഠിക്കും ലഅല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെക്കാൻ? ലഅല്ലല്ലാഹു യർസുഖു ബി, അല്ലാഹു റിസ്ക് നൽകിയേക്കാം, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, തർജി. എന്നാൽ ബഹുമാനപ്പെട്ടതാകുന്ന താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് ജംഉൽ ജവാമിൽ രേഖപ്പെടുത്തുന്നു, ഖുർആനിൽ വന്നാൽ ഹദീസിന്റെ ചില ഭാഷകളിലൊക്കെ സാന്ദർഭമായി മനസ്സിലാക്കണം. അവിടെ അർത്ഥം ലഅല്ല ലിതഹ്ഖീഖി, ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ്. ലഅല്ലക തുർസഖ ബിഹി, നിനക്ക് ഉറപ്പായിട്ടും റിസ്ക് നൽകുന്നത് ആര് മുഖേനയാണ്? നിന്റെ ഈ സഹോദരൻ റിസ്ക് ഇവൻ വിജ്ഞാനം നുകരാൻ വന്ന കാരണത്താലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഖുർആനും ഹദീസും കൂട്ടുകാരൻ സഹോദരൻ പഠിക്കുന്നത് കൊണ്ടാണ് കുടുംബത്തിലുള്ളവർക്ക് തന്നെ ഭക്ഷണം വിശാലത ഉണ്ടാകുന്നത്. പഠിച്ചു വെക്കണം, ഈ സമുദായം ശരിക്കും പഠിച്ചു വെച്ചോ. അതുകൊണ്ടാണല്ലോ മലപ്പുറം ജില്ലയിലെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലൊക്കെ എല്ലാ ദറസുകളിലെയും വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വീടുകളിൽ നിന്ന് കൊടുക്കും. ഇന്ന് ആ സമ്പ്രദായം എടുത്തുപോയി. വീട്ടിലുള്ളവർക്കൊന്നും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വലിയ കച്ചവടക്കാരൊന്നുമല്ല, പാവപ്പെട്ടവനാണ്, ചെറിയ ചെറിയ കൃഷി ജീവിക്കാൻ. പക്ഷെ ആർക്കും ഒരു അന്നം മുട്ടലില്ല, റാഹത്തായിട്ട് കാര്യം നടന്നു പോകും. കാരണം എന്താ? 3, 4, 2 മുതല്ലിമീങ്ങൾക്ക് ഡെയിലി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂല്യാര് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിലുള്ളവർക്കൊക്കെ ഭക്ഷണത്തിൽ വിശാലത കൊടുത്തു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഹദീസിന്റെ വീക്ഷണത്തിൽ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്ന് പുതിയ തലമുറകൾ അതിനൊക്കെ താല്പര്യമില്ലാതായി പോയി. എല്ലാവരും അല്ല, ചില വീട്ടുകാർ താല്പര്യമില്ല, വേണേ പൈസ കൊടുത്തേക്കാം, എവിടെയെങ്കിലും പോയി കഴിച്ചോണ്ട്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ വന്നു. നമുക്ക് വീട്ടിൽ അസുഖങ്ങൾ വരാൻ തുടങ്ങി, പ്രാരാബ്ദങ്ങൾ വരാൻ തുടങ്ങി, ബുദ്ധിമുട്ട് വന്നു. നമുക്ക് എത്ര പൈസ കിട്ടിയാലും തികയാത്ത അവസ്ഥ വന്നു. അസുഖങ്ങളാണ്, കുട്ടികൾക്ക് വൈകല്യങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പല ബുദ്ധിമുട്ടുകളും വന്നു. മറ്റേതൊന്നുമല്ല, കിട്ടുന്നത് കൊണ്ട് വളരെ റാഹത്താണ്, വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം ദീനിന് വേണ്ടി ചെലവഴിക്കുന്നവരാകണം. വർഷത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നിലയ്ക്കൊരു തുക കൊടുക്കാൻ വേണ്ടി നമ്മൾ സന്നിഹിതരാകണം എന്നാണ് ഞാൻ സാന്ദർഭമായി ഉണർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കണം, ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യും മിൻ സമാ. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരാനന്തരം ഒരു സ്വഹാബി വര്യനുമായി അടുത്തിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ, തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വഹാബി വര്യൻ ഇനി മരിക്കാൻ ഒരു സമയം, 1 മണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹ്യും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്ത, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. 1 മണിക്കൂർ സമയം മാത്രമാണ് ജീവിതത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ബാക്കിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പറയുമ്പോ വേദനയോടുകൂടി നിലകൊണ്ട പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുകയാണ്, എത്രയും വേഗം അദ്ദേഹത്തെ ഇത് അറിയിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിവര്യനെ അടുത്തേക്ക് വിളിക്കുകയാണ്. നബി തങ്ങൾ വിളിച്ചപ്പോ സന്തോഷത്തോടുകൂടി ഓടി വരികയാണ്. അദ്ദേഹത്തിന്റെ കാതിൽ അല്ലാഹുവിന്റെ റസൂൽ മൊഴിയുക,
പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 20 മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ആയുസ്സിൽ നിന്ന് ബാക്കിയുള്ളത്. പഠിച്ചു വെക്കണേ മുത്തന്നൂർ അസരിയ കോളേജിന്റെ പ്രിയപ്പെട്ടതാകുന്ന മുത്തല്ലിമീങ്ങളെ, പഠിച്ചു വെക്കണേ. ഇൽമിന്റെ മഹത്വം നിസ്സാരമല്ല, നിസ്സാരമല്ല. ആരെല്ലാം നിങ്ങളെ ഇൽമിന്റെ വഴിത്താരയിൽ നിന്ന് തടഞ്ഞാലും, നിങ്ങൾക്ക് ശമ്പളം കുറവാണെന്ന് പറഞ്ഞ് നിങ്ങളെ കളവാക്കിയാലും, നിങ്ങളെ കുറവാക്കിയാലും, ഒരു നിലയ്ക്കും ഇൽമിന്റെ മഹത്വം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുതേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിവര്യനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു, 1 മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ബാക്കിയുള്ളത്. വിറയുന്ന ചുണ്ടുമായി വിറയ്ക്കുന്നതാകുന്ന സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ധൈര്യസമേതം ചോദിക്കുകയാണ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖതി യാ ഹബീബല്ലാഹ്, എന്താണ് നബിയേ ഞാൻ ചെയ്യേണ്ടത് റസൂലേ? ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അർത്ഥശങ്കക്കിടയില്ലാതെ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പൊന്നുമോനെ, 1 മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ബാക്കിയുള്ളത്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ വിളിയാളം നിന്നിലേക്ക് കടന്നു വരുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഇൽമു പഠിക്കണേ, ഉത്ലുബുൽ ഇൽമ, വിജ്ഞാനം നുകരണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ച് പ്രവാചകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സലാം ചൊല്ലി വിടവാങ്ങി കണ്ണീരോടുകൂടി മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇൽമിന്റെ ഹൽക്ക തേടിപ്പിടിച്ച് അതിനുള്ളിൽ സലാം പറഞ്ഞ് കടന്നിരുന്ന സ്വഹാബി വര്യർ 1 മണിക്കൂർ കൃത്യം അതിനുള്ളിൽ വിജ്ഞാനം നുകർന്നുകൊണ്ടിരിക്കുമ്പോ നസല ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ആത്മാവിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്തെല്ലാം പറങ്ങലിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തെ കൂടി വന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് തുവഫിയ ദാലിക സ്വഹാബിയു യാ ഹബീബല്ലാഹ്. ഏതൊരു സ്വഹാബി വര്യനെ കുറിച്ചാണ് 1 മണിക്കൂർ മുമ്പ് തങ്ങൾ പറഞ്ഞത്, അല്ലാഹു പറഞ്ഞതായി ജിബ്രീൽ മുഖേന അറിയിപ്പ് കിട്ടിയത് അറിയിച്ചു കൊടുത്തത്, 1 മണിക്കൂർ മാത്രമേ ഇനി ജീവിതത്തിൽ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹം ഇതാ മരണപ്പെട്ടു പോയ റസൂലേ. വിഷമിച്ച് ദുഃഖിച്ച് നിൽക്കുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, വിഷമിക്കണ്ട സ്വഹാബ, ദുഃഖിക്കണ്ട സ്വഹാബ, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന. അദ്ദേഹം സ്വർഗാവകാശിയാണ്, സ്വർഗാവകാശിയാണ്. പഠിച്ചു വെക്കണേ. അസ്ഹൈരിയുടെ മുറ്റത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങളോട്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളോട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹിന്റെ മുന്നിൽ നടന്ന ചരിത്രമാ. പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. 1 മണിക്കൂർ മാത്രം ജീവിതത്തിന്റെ അവസാനം ബാക്കിയുള്ള സാഹചര്യർ, അവസാന സെക്കൻഡുകൾ, അവസാന മിനിറ്റുകൾ, അവസാനത്തെ 1 മണിക്കൂർ ഇൽമിന്റെ വഴിത്താരയിലേക്ക് ജീവിതം മാറ്റിവെച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയത് സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.